വെൽക്കം ബാക്ക് ടു ജുറാസിക് ക്രാഷ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പെനിയോ ഡ്രാഗൻ അഥവാ ടെറാനോഡനായിട്ടാണ്. ടെറാനോഡനും കൊണ്ട് ഇന്ന് പറന്ന് 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 പോകണം. എന്നാൽ നമ്മളാണ് ഇവിടുത്തെ രാജാവ്. അത് അടിപൊളിയായിരുന്നടാ, മാസ്. താങ്ക്സ് അളിയ. നമ്മളെ കൊല്ലാൻ ആർക്കും പറ്റില്ല. ചെറുതായിട്ടൊന്ന് ചാവണ്ടി വന്നു. അത് സ്വാഭാവികം, സ്ഥലത്ത് എന്തായാലും ഫൈറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ചാകേണ്ടി വന്നു. അപ്പോൾ പുതിയ ആൾക്കാരുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാത്തവരുണ്ട് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലോട്ട്. പേര് ഞാൻ പിന്നെയാണ് അറിയുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാണ്ട്, ഒരു 3-4 ദിവസമായി. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇവനെ കൊണ്ടാണ്. ഇവനെ കൊണ്ട് അങ്ങനെ സർവൈവ് ചെയ്യുന്നു. സർവൈവ് ചെയ്യുന്നു എന്നൊക്കെ നോക്കണം. പിന്നെ അപ്ഡേറ്റിന് ശേഷം നല്ല മാറ്റം വന്നതുകൊണ്ട് ഇവനെ നമ്മൾ ഇതുവരെ ഒന്നും എടുത്ത് പറത്തി നോക്കിയിട്ടില്ല. ആരാത്? ഓ ഓ ഓ ഓ ആരാത്? നമ്മളെ കാട്ടി വലുതാണല്ലോ, ചെറുതല്ലല്ലോ. നല്ല വലുപ്പമുണ്ട്. ഏതാണ്ട് അടുത്ത് പോയി നോക്കണം. വേണ്ട, എന്നാലും ഒന്ന് അമ്മക്കുണ്ട പേടി. ഒന്ന് പോയി നോക്കാം. ഓ ഓ നമ്മളെ കാട്ടി വലിയ സാധനം. അതായത് ടീറക്സിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടീനു ഈ ഒരു മുതലിനെ. ഞാൻ കാണിച്ചു തരാം. അതാ വെള്ളം കുടിക്കുന്നുണ്ടാ. കണ്ടാ അധികം ഇവിടെ നിൽക്കണ്ട, ഓൻ നമ്മളെ പിടിച്ച് തിന്നു. ഒന്നിനും വിവരമില്ലാത്തതാ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിനെ കൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വളരെ വീക്കാണ്. എന്നാലും നമ്മളൊന്ന് ആരെങ്കിലും അല്ല, ഒരു തലയിൽ ഹെൽമെറ്റ് വെച്ചൊരു ദിനോസറുണ്ട്. അപ്പോൾ അതിനെ തപ്പിയാണ് ഇന്നത്തെ പോക്ക്. അപ്പോൾ അത് ഇതുവരെ ഞാൻ ഈ ഗെയിമിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അതിനെയും തപ്പിയാണ് ഇന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓ ഓ ഓ അതാരാ? ടീറക്സ്. ഹലോ ഹലോ. അയ്യോ, കണ്ട്. ഓ, നമ്മളെ പിടിക്കാനാണ് വരുന്നത്. വാടാ മോനെ, വാ. നമുക്കിപ്പോൾ പോകേണ്ട സ്ഥലം എങ്ങോട്ടാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഏതാണ്ട് ഇവിടെ എത്തണം. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡും കിട്ടും. ആടെ വേറൊരു ടീറക്സിൻ്റെ ടെറിട്ടറിയാണ്. ഇപ്പം നിൽക്കുന്നിടത്ത് ഒരു ടീറക്സിൻ്റെ ടെറിട്ടറിയാണ്. ഇവിടെ അധികവും ദിനോസറൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും അങ്ങോട്ടേക്ക് തന്നെ പോവാം, വേറെ വഴിയൊന്നുമില്ല. ഫുഡില്ലെങ്കിൽ ചത്തു പോകുമല്ലോ. ആരാ? തായാരാ? ഓ ഓ ഓ ആരാ? മറ്റേ എന്താ നീറ്റുള്ള പേര്? മറ്റേ ഇതാ, ഒവിയോറാപ്റ്റർ. ആ സാധനം മുതലാണ്. പിടികേറ്, പറക്ക്. കണ്ണ് പെട്ട അടിച്ച് പറിച്ചാൽ നീറ്റുകൾ. അല്ല പിന്നെ എന്നോടാ കളി. അപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഫുഡ് ഉണ്ടാവുള്ളൂ. ഇവിടെ അധികം കാത്തു നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് നോക്കട്ടെ, അവിടെ ടീറക്സ് ഉണ്ടോ. ഉണ്ടായാൽ മതിയേനു. ഒരു തല. ഇതാരാ താഴെ? ടീറക്സിൻ്റെ ഏരിയയിലെത്തി എന്നാണ് തോന്നുന്നത്. ഫുള്ള് ഏതാണ്ട് കണ്ണും കൂടിയും കാണുന്നില്ല. ഫുഡില്ല ഭായി, ആരെങ്കിലും ഒന്ന് പിടിച്ചു തരുമോ പ്ലീസ്? എനിക്ക് ഫുഡ് അടിക്കാൻ. പിടിക്കാനുള്ള പോക്കാണ്. ഒരു ഫൈറ്റ് അടുത്തുനിന്ന് കാണണം, എന്നാലേ ഒരു സുഖമുള്ളൂ. വാ ഞാൻ നോക്കിയേക്കും. എടുത്തോ. ഹൊയ്. പിടി. ഓനെ പിടി. അങ്ങോട്ടും ഉണ്ടോ അല്ലേ റാപ്റ്റർ ഏരിയ? അവിടെ പോയാൽ ഫുഡ് അടിക്കാൻ പറ്റൂല. അങ്ങോട്ടൊന്നും കൊണ്ടുപോലേ. അങ്ങോട്ട് കൊണ്ടുപോലെ. ചത്ത്. ഓൻ തിന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഫുഡ് അടിക്കാം. അതുകൊണ്ട് ഇവിടെ ഇറങ്ങി നോക്കട്ടെ. ഒന്നും കേലായിക്കൂ അല്ലേ? എനിക്ക് തോന്നുന്നു എങ്ങനെയാ, ഒന്നും ചെയ്യലാന്ന് തോന്നുന്നു. കളിക്കുന്ന ഏറ്റുമുട്ടിയൊക്കെന്നോ? വേണ്ട, വെറുതെ എന്തിനാ നമ്മളെ ജീവൻ വെറുതെ എടുക്കാക്കുന്നത്. നമുക്ക് ആദ്യം ഫുഡ് അടിച്ചിട്ട് എങ്ങനെയും ഇവിടുന്ന് വിടാൻ നോക്കട്ടെ. ഓക്കെ, അങ്ങനെ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുന്ന നേരം പെട്ടെന്ന് ഫുഡ് മാഞ്ഞു പോയി.
അതാണ് ഞാനും നോക്കുന്നത്. എവിടെ പോയി കാണുന്നുമില്ല. എന്തായാലും കിട്ടിയത് ധാരാളം. ചിലപ്പം തീർന്നു പോയതായിരിക്കും. അപ്പോൾ നമ്മളെ ഈ ഹെൽമെറ്റ് വെച്ച ചങ്ങായിനെ തപ്പി നടക്കലാണ് ഇന്നത്തെ പണിയെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഹെൽമെറ്റ് വെച്ച ചങ്ങായി ഈ ഗെയിമിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പം ഞാൻ ഇതുവരെ ഇതിൽ കണ്ടിക്കുമില്ല. അതാണ് എൻ്റെ ഒരു ബലമായൊരു സംശയം. അത് പറ്റിയില്ലെങ്കിൽ നമ്മൾ മിക്കവാറും പിടിക്കാൻ പോകുന്നത് ഡിലോഫസോറസിനെ ആയിരിക്കും. ഡിലോഫസോറസിനെ അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അതായത് ബാക്കിലിങ്ങനെ ഒരു ഷീറ്റ് വിരിച്ച പോലെ ചുവടിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഒരു സംഭവമുള്ളൊരു ഒരതാണ് ആയിരിക്കും. ആവാലോ. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം പറഞ്ഞ ചലഞ്ച് ഏറ്റെടുക്കാത്തതുകൊണ്ട് സോറി, ക്ഷമിക്കുക, മാപ്പാക്കണം. ഇതെന്താ അത്? അടിപൊളി വ്യൂ. നമുക്ക് ഈ പാറേൻ്റെ മേലെ കയറി കുത്തിരിക്കാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നടക്കുകയില്ലയോ എന്ന് ആർക്കറിയാം. എന്നാലും ഇതിൻ്റെ മൊത്തം വ്യൂവും കാണാമല്ലോ മാപ്പിൻ്റെ. അതാണ് ഞാൻ നോക്കുന്നത്. കളി തുടങ്ങി കുറച്ചാകുമ്പോഴത്തേക്ക് എന്നെ മയം പെയ്തു. ഓക്കെ, താഴോട്ടിറങ്ങാം. ഓക്കെ താഴെ ഇറങ്ങി. ഏതാ വ്യൂ? എന്തായാലും മറക്കട്ടെ, വേറെ വഴിയില്ല. ഇനിയിപ്പം ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. വ്യൂ കാണാൻ വന്നതായിരുന്നു. പക്ഷേ ചെറുതായിട്ടൊന്ന് മഞ്ഞ് പെയ്തതും മഴ പെയ്തതും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് വ്യൂ പോയി. അപ്പോൾ നമ്മളെ ലക്ഷ്യത്തൊന്നും വഴിമാറാൻ പാടില്ലല്ലോ. അങ്ങനെയാണല്ലോ. അപ്പോൾ ഫുഡ് എവിടെയുണ്ട് അവിടെ നിൽക്കണം. മാത്രമല്ല ഡിലോഫസോറസിനെ പിടിക്കുകയും വേണം. ഡിലോഫസോറസ് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ മതി. ഓക്കെ നേരെ കുറച്ചുകൂടെ പോകണം. പോട്ടെ. എവിടെയാണ് ഈറ്റകളൊക്കെ ഉള്ളത്? വേഗം കിട്ടിക്കണ്ട സുഖേനും. ഫൈറ്റ് എടുക്കാൻ തന്നെയാണ് പോകുന്നത്. കണ്ടാൽ ഫൈറ്റ് എന്തായാലും എടുക്കണം. ഇവിടെ ഈ ഒരു ഏരിയയിലുണ്ടോ? ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഈ ഒരു ഏരിയ ആണ് ഡിലോഫസോറസിൻ്റെ ഏരിയ എന്നാണ് അവർ പറയുന്നത്. ശരിയാണോ ഇല്ലയോ എന്നെനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, ആരത്? മേപ്പെടുത്ത ആ സമയം വന്ന് കടിക്കാനായിട്ട്. വിട്ടുപോടാ. ചത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലക്ഷ്യം തേടിപ്പോയി, അവസാനം കിട്ടിയില്ല. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. കാത്തിരിക്കുക.